ഈയിടെ വന്ന ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്റിമേറ്റ് വാഷ്. ഇത് കിട്ടാണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ വലിയ ബഹളമാണ്. ഈ സാധനം കിട്ടുന്നില്ല, ഭയങ്കര ഡിമാൻഡാണ്. ഇതിനെക്കുറിച്ചുള്ള ചില ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ് ഇന്റിമേറ്റ് വാഷ്, ഇത് ബേസിക്കലി ലേഡീസിന്, എസ്പെഷ്യലി ലേഡീസിനാണ് അവരുടെ വെജൈനൽ ഏരിയ അല്ലെങ്കിൽ ഈ അരക്കെട്ടിലൊക്കെ ഉണ്ടാകുന്ന ഇച്ചിങ് അത്തരം കാര്യങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്. സ്ത്രീകളൊക്കെ ധാരാളം പേർക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് തോടെയൊക്കെ ഒരഞ്ഞു പൊട്ടും, അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. 2-3 തുള്ളി കയ്യിലെടുത്ത് ജസ്റ്റ് കുളിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ആ ഏരിയയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. അത് ഇൻഫെക്ഷൻ, അവിടെ വരുന്ന ഇൻഫെക്ഷൻ വരെ പ്രിവെന്റ് ചെയ്യാൻ നല്ലതാണ്. അവിടെ ക്യാൻസറിന്റെ സെല്ലുകൾ ഉണ്ടെങ്കിൽ അതിനെ വരെ നശിപ്പിക്കാൻ അതിന് കഴിവുണ്ട്, കാരണം അതിൽ ലോട്ടസ് എക്സ്ട്രാക്ട് ഉണ്ട്. മാത്രമല്ല പർട്ടിക്കുലർ ഏരിയയിൽ pH വാല്യൂ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ ഡ്രൈനെസ്സിനെ ഇല്ലാണ്ടാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഡ്രൈനെസ് കിട്ടാൻ സഹായിക്കുന്നതാണ്. ഈവൻ പീരീഡ് ടൈമിൽ ഉപയോഗിക്കാം, ചൊറിച്ചിൽ ഉള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതിപ്പോ കിട്ടാനില്ല, കാരണം ഇതിന് നമുക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. അത്രയും വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ഇന്റിമേറ്റ് വാഷ്, ഇന്റിമേറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു വാഷ് ലേഡീസിനാണ് മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. നമ്മളൊരു മാസ്റ്റർ പീസ് ഉണ്ട്, ഇതിനെക്കുറിച്ച് എന്നും നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്നും പറഞ്ഞിരിക്കണം. കാരണം RCM ബിസിനസ്സിൽ എന്നും പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അരിയുടെ തവിട് നിൽക്കുന്ന ഈ എണ്ണ, ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ, ഏകദേശം 34ഓളം അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കുന്ന ഈ എണ്ണ ഒരു മരുന്നല്ല. കാരണം ഇതൊരു ഭക്ഷ്യ എണ്ണയാണ്, ഒരു നല്ല ഭക്ഷണം, അത്രയേ ഉള്ളൂ. കാരണം തവിടുള്ള ഒരു ഭക്ഷണ രീതി പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്നു. അന്ന് നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ പോയി. ഇപ്പൊ നമ്മള് ഒട്ടും തവിടില്ലാത്ത ഭക്ഷണമായ മൈദയിലാണ് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. അത് കഴിച്ചിട്ടാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. ഈ ഒരു അവസ്ഥാവിശേഷത്തെ മാറ്റാൻ തവിടുന്ന് എടുക്കുന്ന ഏകദേശം 12 കിലോ തവിട് ന്യൂമാറ്റിക് കംപ്രഷനിലൂടെ, കോൾഡ് കംപ്രഷനിലൂടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ 4 തരത്തിൽ ഉപയോഗിക്കാം. അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ 4 തരത്തിൽ ഉപയോഗിക്കാം. തലയിൽ തേക്കാം. അത് വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാല നര ഇതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. മാറും ഉറപ്പായിട്ടും മാറും. കാരണം കഴിഞ്ഞ 11-12 വർഷത്തോളമായിട്ട് ഈ എണ്ണ RCMലുണ്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും ഈ എണ്ണ തലയിൽ തേക്കുന്നു. ഇനി പലരും പറയാണ്ട് എണ്ണ തലയിൽ തേച്ച നീരാർക്കം വരുന്നു. ഒരു നീരാർക്കും വരില്ല, നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ. ഇനി അതാ വന്നാൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തോളൂ, അത് തനിയെ മാറിക്കോളും. ഓക്കെ, ഇത് മേല് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന ഏകദേശം 14ഓളം അസുഖങ്ങൾ, മുരി, മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരങ്ങ്, അതുപോലെ തന്നെ ആക്നി, കാര, ഈ ടീനേജിലെ കുട്ടികളിലൊക്കെ പുറത്ത് നിറച്ച് കുരുക്കൾ വരും. കറുത്ത കുരുക്കളും ചുമന്ന കുരുക്കളും. ചുമന്ന കുരുക്കൾക്ക് വേദനയുണ്ടോ, കറുത്ത കുരുക്കൾക്ക് വേദനയൊന്നും ഉണ്ടാവില്ല. എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം വെയിൽ കൊണ്ടോളൂ, രാവിലെയും വൈകിട്ട് വെയിൽ കൊണ്ടോളൂ, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, വെരിക്കോസ് വെയിനുള്ള ആളുകൾ ഈ എണ്ണ കാലിൽ അപ്ലൈ ചെയ്ത് കാലടിയിൽ നിന്ന് മേലോട്ട് ശക്തമായിട്ട് 4-5 തവണ ഒഴിയുക. കുറച്ച് സമയം കാല് വെയിൽ കൊള്ളിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് കാലിനടിയിൽ ഒരു തലയണ വെച്ച് കാലൽപ്പം ഉയർത്തി വെച്ചാൽ എത്ര വേദനയുള്ള വെരിക്കോസ് വെയിൻ ഒരു 1.5-2 മാസം കൊണ്ട് വളരെ നോർമൽ ലെവലിലേക്ക് വരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ഇന്നുകൂടി ഞാൻ അതിന് സാക്ഷ്യം വഹിച്ചു. ഇന്ന് എന്നെ കാണാൻ വന്ന ഒരു പേഷ്യന്റ് ഏകദേശം 1.5 മാസം എന്നെ കാണാൻ വന്ന കാല് പൊട്ടിയൊലിച്ച് വെരിക്കോസ് വെയിനൊക്കെ പൊട്ടി വളരെ വൃത്തികെട്ട അവസ്ഥയിൽ വന്ന ആ വ്യക്തി നന്നായിട്ട് ഉണങ്ങി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വന്നിരിക്കുന്നു. പൊട്ടിയ കേസുകൾ നമ്മൾ ഒഴിയാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ആര്യവേപ്പിന്റെ ഇല അരച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മുടെ പഞ്ചതുളസിയുടെ 2-3 ഡ്രോപ്പും കൂടി ചേർത്ത് ആ പൊട്ടിയ ഭാഗത്ത് അപ്ലൈ ചെയ്തൊരു കാല് വെയിൽ കൊള്ളിക്കും. ഓക്കെ, അപ്പൊ തവിട് തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം. പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ എണ്ണ ഏകദേശം 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. ഈ എണ്ണ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു ഭക്ഷ്യെണ്ണ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിന് ഭക്ഷ്യെണ്ണയുടെ ടേസ്റ്റ് ആണ്. ഇപ്പൊ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണത്തിന് വെളിച്ചെണ്ണ ടേസ്റ്റ് വരുമ്പോൾ ഈ എണ്ണയുടെ പ്രത്യേകത, നമ്മൾ എന്താണോ പാചകം ചെയ്യുന്ന ആ ഭക്ഷണത്തിന്റെ നാച്ചുറൽ ആയിട്ട് ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പൊ 1 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഈ എണ്ണ ഏകദേശം 700 മില്ലി മതി. അപ്പൊ എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്, എണ്ണ പുകഞ്ഞു പോകുന്നതും കുറവാണ്. കാരണം സാധാരണ ഭക്ഷ്യെണ്ണകളൊക്കെ 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ തവിടെണ്ണ പുകയുന്ന ഊഷ്മാവ് ഏകദേശം 254 ഡിഗ്രി സെന്റിഗ്രേഡിലും മേലെയാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ ഒന്നിലധികം തവണ ചൂടാക്കുന്നതിൽ അതിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് എന്ന് പറയുന്ന ഒരു വിഷാംശം രൂപപ്പെടുന്നില്ല. പക്ഷെ ഒറ്റ കണ്ടീഷൻ, എണ്ണ പുകയരുത്. എണ്ണ പുകഞ്ഞാൽ എല്ലാ എണ്ണയും ഒരേ സ്വഭാവം കാണിക്കും. അപ്പോൾ ഇത് ആരോഗ്യ സംരക്ഷക എണ്ണ. തലയിൽ തേക്കാം, മേല് തേച്ച് കുളിക്കാം, പാചക എണ്ണയായിട്ട് ഉപയോഗിക്കാം. ഡെയിലി 1 സ്പൂൺ കഴിക്കാൻ സാധിച്ചാൽ ഏകദേശം 7ഓളം ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, BP, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് സിൻഡ്രോം തുടങ്ങിയ ഒരുപാട് അസുഖങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. എന്നാൽ ഇതൊരു മരുന്നല്ല. പലരും ചോദിക്കാറുണ്ട്, എണ്ണ എങ്ങനെയാണ് കഴിക്കുക? എണ്ണയായിട്ട് കഴിക്കണ്ട, യു ടേക്ക് ഇറ്റ് ആസ് എ മെഡിസിൻ. ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഈവൺ ഇന്ന് ജനിച്ചു വീണ ഒരു കൊച്ചു കുട്ടിയുടെ വായിൽ
മുലപ്പാൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു തുള്ളി ഈ എണ്ണ ഒറ്റിച്ചു കൊടുത്തോളൂ. അത്രയും പ്യുവർ ആണത്. പ്യുവർ. ഒരു 10-12 വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഈ എണ്ണ നമ്മൾ ഷുഗർ ലെവൽ വളരെ പെട്ടെന്ന് കുറയ്ക്കും. കാരണം ഇതിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, ഇതിൽ ഫൈബർ ധാരാളം ഉണ്ട്. സൊല്യൂബിൾ ഫൈബർ ഉണ്ട്, ഇൻസുലബിൾ ഫൈബർ ഉണ്ട്. സൊല്യൂബിൾ ഫൈബർ ഫാറ്റി ലിവറിനെ കുറയ്ക്കും. ഫാറ്റി ലിവറിന്റെ ആദ്യത്തെ ഇൻഡിക്കേഷൻ എന്താണ്? ഭക്ഷണം കുറച്ച് കഴിക്കുമ്പോഴേക്കും വയറങ്ങ് വീർത്ത് കെട്ടുന്ന അവസ്ഥ, ബ്ലോട്ടിങ് എന്ന് പറയും. ആ ഒരു അവസ്ഥ വിശേഷം ഇല്ലാണ്ടാവും. പതുക്കെ പതുക്കെ, ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, പതുക്കെ പതുക്കെ സംഭവിക്കുന്നുണ്ട്. ഈ എണ്ണ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ്, ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ മൊത്തം ക്ലീൻ ചെയ്യും, നീറ്റ് ആൻഡ് ക്ലീൻ ആക്കും. അപ്പോൾ ഡൈജസ്റ്റീവ് എൻസൈംസിന്റെ ആക്ടിവേഷൻ കൂടും, പാൻക്രിയാസിന്റെ പ്രവർത്തന ശേഷി കൂടും, ഇൻസുലിന്റെ ഉൽപാദനം കൂടും, ബീറ്റാ സെല്ലുകളുടെ അളവ് കൂടും, ഓട്ടോമാറ്റിക്കലി ഷുഗർ ലെവൽ കുറയും. അപ്പോൾ ഇത് ഗ്രാജുവൽ ആയിട്ടാണ്, ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇത് കഴിച്ച് നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ കഴിക്കുന്ന ഗുളികയൊന്നും നിർത്തണ്ട, അത് കഴിച്ചോളൂ. അത് കഴിച്ചുകൊണ്ട് ഇത് കഴിച്ച് ഗ്രാജുവൽ ആയിട്ട് ഷുഗർ ലെവൽ കുറയുമ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇത് ഹൈപ്പർ ടെൻഷനുള്ള ആളുകളെ BP കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. കാരണം ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകൾ അത്തരത്തിലുള്ളതാണ്. 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ, ഒറൈസനോൾ, ടോക്കോട്രിനോൾ ആൻഡ് ടോക്കോഫിറോൾ അടങ്ങിയ ഈ എണ്ണ, 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുള്ള ഒരു എണ്ണയും ഇന്ന് ലോകത്തിൽ ഇല്ല. അത് ഓൺലി റൈസ് ബ്രാൻ ഓയിൽ. പലരും പറയുന്നത് ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്, അത് നല്ലതല്ല. വെളിച്ചെണ്ണ നല്ലതാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതമായ മാർഗത്തിലൂടെ ആട്ടിക്കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ഇല്ലാത്ത ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ ഈ എണ്ണയിലുണ്ട്. അത്രയും ഗുണമുണ്ട്. ഇത് ഒരേ സമയം നമ്മുടെ നല്ല കൊളസ്ട്രോൾ കൂട്ടും, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും. നല്ല കൊളസ്ട്രോൾ HDL കൂട്ടുകയും LDL കുറയ്ക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരു മരുന്ന് ലോകത്തിൽ ഇന്നൊരു ഒരു സയന്റിസ്റ്റും കണ്ടുപിടിച്ചിട്ടില്ല. അത് നമ്മുടെ തവിടിലും കഞ്ഞിയിലും കഞ്ഞിവെള്ളത്തിലും തവിടിനിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിച്ചാൽ ഈ ഒരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇത് ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം 2 കാര്യങ്ങളാണ് അവർ നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഫാറ്റ്, വിസറൽ ഫാറ്റിനെ ഒരു പരിധി വരെ കുറച്ച് നമ്മുടെ ശരീരത്തിന് സൗഖ്യാവസ്ഥ കൊണ്ടുവരാൻ, ഹൃദയത്തിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ ഇത് സഹായിക്കും. 2, ഹൃദയത്തിലോട്ട് രക്തം സപ്ലൈ ചെയ്യുന്ന പൈപ്പിന്റെ ഉൾഭിത്തികളിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള കൊഴുപ്പിന്റെ അളവിനെ പതുക്കെ പതുക്കെ കുറച്ച് ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. അതുകൊണ്ട് ഹൃദ്രോഗത്തിന്റെ സാധ്യതയെ ഇല്ലാതാക്കാൻ ഇത് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ ആളുകൾ ഇതിനെ പറയുന്നത്, അവർ റൈസ് ബ്രാൻ ഓയിൽ എന്നല്ല പറയുന്നത്, ഹൃദയ സംരക്ഷക എണ്ണ. ഓക്കെ, ഹാർട്ട് ഓയിൽ എന്നാണ് പറയുന്നത്. നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ തലവൻ, ഡയറക്ടർ, അദ്ദേഹം ഡോക്ടർ KK തൽവാർ, വർഷങ്ങൾക്ക് മുമ്പ് ലോക ഹൃദയ ദിനത്തിൽ അദ്ദേഹം ലോകത്തിന് കൊടുത്തൊരു സന്ദേശം, നിങ്ങൾ തവിടെണ്ണ ഉപയോഗിക്കൂ, ഹൃദയത്തെ സംരക്ഷിക്കൂ. ഓക്കെ, ഈ എണ്ണയ്ക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഷുഗർ, BP, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനത്തിന് ഏറ്റവും നല്ലതാണ്. കാരണം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഇഷ്ടം പോലെ ഇതിലുണ്ട്. മേലുവേദന വരുമ്പോൾ, പുറം വേദന വരുമ്പോൾ, നടുവേദന വരുമ്പോൾ, ഇടുപ്പ് വേദന വരുമ്പോൾ, കഴുത്തുവേദന വരുമ്പോൾ നിങ്ങൾ ഈ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ ധാരാളം നാച്ചുറൽ ആയിട്ടുള്ള കാൽഷ്യം ഉണ്ട്. പ്ലസ് കുറച്ച് സമയം വെയിൽ കൊള്ളുക, വെയിലിൽ നിന്ന് വൈറ്റമിൻ D കിട്ടും. പ്ലസ് നല്ലപോലെ വേദന ഉണ്ടെങ്കിൽ നമ്മുടെ പെയിൻകോ കൂടി അതിന്റെ കൂടെ ചേർത്തോളൂ. ഇത് മൂന്നും കൂടി വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരും. അപ്പൊ എല്ല് തേയ്മാനത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകൾ, വയസ്സായ അമ്മമ്മമാര് വീട്ടിൽ വേലുവേദന വരുമ്പോൾ അവർ തവിട് വറുത്ത് കിഴി കുത്താറുണ്ട്. തവിടിൽ നിന്ന് തവിട് ചൂടായി അതിൽ എണ്ണ കിരിഞ്ഞ് പുറത്തു വന്ന് അതിൽ കാൽഷ്യം മുഴുവൻ നമ്മുടെ ശരീരം സ്വീകരിച്ച് വേദന മാറ്റും. അപ്പൊ ഷുഗർ, BP, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണയിൽ അടങ്ങിയിട്ടുള്ള ഒറൈസനോൾ എന്ന് പറഞ്ഞ ആന്റി ഓക്സിഡന്റ് സഹായിക്കുന്നതിനാൽ ഇത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറയുന്നു എന്ന് മാത്രമല്ല, സ്ട്രോക്ക് വന്ന് തളർന്നു കിടക്കുന്ന ആളുകൾക്ക് ഈ എണ്ണ കൊടുത്തോളൂ. പതുക്കെ 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 നമ്മുടെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കൂടി കൊടുത്ത് അവരെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ പേടിപ്പിച്ചു കൊല്ലുന്ന രോഗമാണ് ക്യാൻസർ. 2018 RCC എന്ന സ്ഥാപനം, നമുക്ക് വളരെ സുപരിചിതമാണ് ഈ വാക്ക്, റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രം, അവിടെ വന്ന പുതിയ ക്യാൻസർ പേഷ്യൻസിന്റെ എണ്ണത്തിലുണ്ടായ വർധനവ് 300%. അതായത് 3 മടങ്ങ്. പുതിയ ക്യാൻസർ പേഷ്യൻസ് 3 മടങ്ങാണെങ്കിൽ പഴയ ക്യാൻസർ പേഷ്യന്റ് കുറെ പേര് പോയിട്ടുണ്ടാവും, കുറെ പേര് വെയിറ്റിംഗ് ലിസ്റ്റ് ഓർ RACയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും, അല്ലെ? അപ്പൊ ഇത് വരാൻ കാരണങ്ങൾ പലതാണ്. നമ്മൾ നോക്കേണ്ടത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് സാധാരണ ഒരു അലോപ്പതി ചികിത്സയിലെ രോഗം വന്നിട്ടാണ് ചികിത്സിക്കുന്നത്. ആയുർവേദം എന്താ ചെയ്യുന്നത്? രണ്ടും ചെയ്യുന്നുണ്ട്. അവിടെ പ്രിവെൻഷനും ഉണ്ട്, ക്യൂറും ഉണ്ട്. പക്ഷേ നാച്ചുറോപ്പതി എന്നുള്ളത് ഓൾവേസ് പ്രിവെൻഷൻ ആണ്. RCM ചെയ്യുന്നത് അത് മാത്രമാണ്. അതുകൊണ്ടാണ് നാച്ചുറോപ്പതി എന്ന മേഖലയിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് പ്രകൃതി ജീവനം എന്ന മേഖലയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ RCM എന്ന സിസ്റ്റത്തെ വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ബിക്കോസ് ദീസ് ഓൾ തിങ്സ് ആർ നാച്ചുറൽ, 100% നാച്ചുറൽ. നമ്മുടെ ചില പ്രൊഡക്റ്റിൽ ഓർഗാനിക് ഉണ്ട്, എല്ലാം ഓർഗാനിക് അല്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഓർഗാനിക് എന്ന ലേബിളിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏത് പ്രൊഡക്റ്റിനേക്കാൾ ഓർഗാനിക് ക്വാളിറ്റി നമ്മുടെ പ്രൊഡക്റ്റുകൾക്കുണ്ട്. കാരണം അത് കഴിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും റിസൾട്ട് ഓറിയന്റഡ് ആണ്.
അപ്പോ 7ഓളം ജീവിതശൈലി രോഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഈ പറഞ്ഞ 7 അസുഖങ്ങളിൽ ഏതെങ്കിലും ഒരു അസുഖമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാവോ? ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു എല്ല് തേയ്മാനമെങ്കിലും ഉണ്ടാവും അല്ലെ? ഇത് ഫാറ്റി ലിവറിന് വളരെ ഗുണം ചെയ്യും. അപ്പൊ ഷുഗർ, BP, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, അങ്ങനെ ഇഷ്ടം പോലെ ഈ എണ്ണയെ കുറിച്ചുള്ള ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിനെ എണ്ണ എന്ന് പറയേണ്ട, അമൃതം എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇതിന്റെ ആ സർട്ടിഫിക്കേഷൻ അത്തരത്തിലുള്ളതാണ്. സാധാരണ ഒരു ഭക്ഷ്യോൽപ്പന്നത്തിന് കിട്ടുന്ന പ്രാദേശിക അംഗീകാരമാണ് FSSAI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം. ഒരു ഭക്ഷ്യോൽപ്പന്നത്തിനുള്ള ദേശീയ അംഗീകാരമാണ് ISI, ഇന്ത്യൻ സ്റ്റാൻഡർഡൈസിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്നത്. ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന അന്തർദേശീയ അംഗീകാരമാണ് ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസിംഗ് ഓർഗനൈസേഷൻ. പക്ഷേ ഒരു ഉൽപ്പന്നത്തിന് കിട്ടുന്ന അന്തർദേശീയ ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ അംഗീകാരമാണ് HACCP. ആ അംഗീകാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ടാണ് ചില സമയത്ത് കണ്ണിൽ കുരു വരുമ്പോൾ, കണ്ണിൽ പ്രാണി പോകുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്, ഈ 2 തുള്ളി എടുത്ത് കണ്ണിലൊഴിക്കും. വളരെ കംഫർട്ടബിൾ, നെക്സ്റ്റ് ഡേ കണ്ണിന്റെ പ്രശ്നങ്ങൾ മാറും. അത്രയും പ്യുവർ. ഈ എണ്ണയെ നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റും, മറ്റേ എണ്ണയൊന്നും ഒഴിക്കേണ്ട, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, അപ്പൊ അത്രയും ഞാൻ പറഞ്ഞ അതിന്റെ പ്യൂരിറ്റിയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഈസ് നോൺ ആസ് നെക്ടർ, അമൃതം എന്ന് പറയുന്നത്. അത്രയും ഗുണം കിട്ടുന്നതാണ്. അപ്പൊ RCMൽ ഓരോ പ്രൊഡക്റ്റുകളും ഇത്തരത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഇന്ന് കണ്ടുവരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പോഷകാഹാരങ്ങളുടെ കുറവാണ്. അതിനെ പരിഹരിക്കാൻ നമുക്ക് ന്യൂട്രിചാർജ് സീരീസിലെ ഏകദേശം 22ഓളം പ്രൊഡക്റ്റുകളുണ്ട്. ഓരോ പ്രൊഡക്റ്റുകളും നമ്പർ 1. അതിൽ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ന്യൂട്രിചാർജ് മെന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വയസ്സിന് ശേഷമുള്ള ഏത് ആണുങ്ങൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഒരെണ്ണം കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഇതിന്റെ ഒന്നാമത്തെ ബെനിഫിറ്റ്, ഒരു 14 വയസ്സിന് ശേഷമുള്ള ഒരു വ്യക്തി ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഹി വിൽ ബി ഫുള്ളി എനർജറ്റിക് ആൻഡ് ആക്റ്റീവ്. അതാണ് ഇതിന്റെ ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, നമ്മുടെ നാട്ടിൽ ധാരാളം പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്. അത് എന്ന് വെച്ചാൽ ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. എത്ര ശ്രമിച്ചാലും മൂത്രം മുഴുവൻ പോവില്ല. അല്ലെങ്കിൽ ഒരു അൺകൺട്രോൾഡ് യൂറിനേഷൻ, ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസറിന്റെ ഫോർമേഷൻ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിന് ഏറ്റവും നല്ലതാണ് ഹിബാത്ത് എടുക്കുക. അരമണിക്കൂർ ഒരു പ്ലാസ്റ്റിക് ടബിൽ വെള്ളം നിറച്ച് വെള്ളത്തിലിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്ലസ് ഇതുകൂടി കഴിക്കുക. കാരണം ഇതിൽ സിങ്ക് എന്ന് പറയുന്ന മൂലകം സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് റെഗുലർലി കഴിച്ചോളൂ, നല്ല റിസൾട്ട് കിട്ടും. ഇതൊരു മരുന്നല്ല. ഈ ഗുളിക രൂപത്തിൽ കാണുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ RCMന്റെ മരുന്ന് കഴിച്ചു. RCMൽ ഒരു മരുന്നുമില്ല. കാരണം മരുന്നുണ്ടാക്കുന്നത് ഡ്രഗ് ലൈസൻസിലാണ്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനും ഡ്രഗ് ലൈസൻസ് ഇല്ല. എല്ലാം FSI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ FSSAIയുടെ ലൈസൻസിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു ഭക്ഷ്യോൽപ്പന്നമാണ്, മരുന്നല്ല. ആദ്യം തുടക്കത്തിൽ വരുന്ന ആളുകൾ RCMന്റെ മരുന്ന് കഴിച്ചു എന്ന് പറയാറുണ്ട്. അപൂർവം കുറച്ച് ആളുകൾ കുറച്ച് പഴക്കം ചെന്നാൽ അത് പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും മരുന്നല്ല, ഇതൊരു പോഷകാഹാരമാണ്. അതായത് ഇറ്റ് ഈസ് ഫില്ലിംഗ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് യു ഈറ്റ് ആൻഡ് വാട്ട് യുവർ ബോഡി നീഡ്സ്. നിങ്ങൾ എന്ത് കഴിക്കുന്നു, നിങ്ങളുടെ ശരീരത്തിന് എന്ത് വേണം, ഇത് രണ്ടും തമ്മിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാണ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, പോഷകാഹാരം. ഇത് ആണുങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉണ്ട്. ഇതൊക്കെ മണിക്കൂറുകളോളം പറയേണ്ട വിഷയമാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഗുണം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് കുട്ടികളില്ലാത്ത ദമ്പതികളുടെ വളരെ കൂടുതലാണ്. 10 പേര് കല്യാണം കഴിച്ചാൽ ആദ്യത്തെ ഒരു 4 വർഷത്തിനുള്ളിൽ അതിൽ 6 പേരുടെ കാര്യം ഓക്കെ കുട്ടികളുണ്ടാവും. ബാക്കി 4 പേര് എന്ത് ചെയ്യും? കുറച്ച് പൈസ ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവരെന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് നടത്തും. അതിൽ 10ൽ 2 പേരെ കാര്യം ഓക്കെ. അപ്പൊ 10ൽ 6 പേര് ക്ലിയർ ആയി, ബാക്കി 10ൽ 2 പേര് കുറച്ച് പൈസ മുടക്കി ക്ലിയർ ആയി, ബാക്കി 10ൽ 2 പേരോ അവർക്ക് കുട്ടികളില്ലാണ്ട് അവർ കഴിയുകയാണ്. അതിന്റെ 2 കാരണങ്ങളിൽ ഒന്ന് പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. അതിന് ഇത് വളരെ ഗുണം ചെയ്യും. സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് തൈറോയ്ഡ് അല്ലെ ഹോർമോൺ ഇംബാലൻസ്, PCOD പോലെ പ്രശ്നങ്ങൾ. അപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന കൗണ്ട് കുറയുന്നതിനെയും ബീജാണുക്കളുടെ ചലനശേഷി കുറയുന്നതിനെയും കൂട്ടാൻ സഹായിക്കുന്നതാണ് സിങ്ക് എന്ന് പറയുന്ന മൂലകം. അത് ഇതില് 15 മില്ലിഗ്രാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ന്യൂട്രിചാർജ് മെൻ നിങ്ങളൊരു ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ ബെനിഫിറ്റ് ഉള്ള മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ. സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാം. യൂട്രസ് ഒക്കെ എടുത്തു കളഞ്ഞവർക്ക് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്രത്യേകിച്ച് അവർക്ക് ഗുണം ചെയ്യില്ല. ഓക്കെ, എടുത്തു കളഞ്ഞവർക്ക് മെന്ന് കഴിച്ചാൽ മതി. കാരണം ഇത് കഴിക്കേണ്ട കാര്യമില്ല. വേണ്ട അഡീഷണൽ ബെനിഫിറ്റ് അവർക്ക് കിട്ടാനില്ല. കാരണം അവയവം അവരുടെ ശരീരത്തിലില്ല. ആ ന്യൂട്രിചാർജ് വുമൺ കഴിച്ചാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ഒരു സ്ത്രീയുടെ ഹിമോഗ്ലോബിൻ ലെവൽ കൂടും. കാരണം 1 കിലോ ചീര കഴിച്ചാൽ അതിൽ നിന്ന് ഏകദേശം 21 മില്ലിഗ്രാം നാച്ചുറൽ ആയിട്ടുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ കിട്ടും. അത്രയും അയൺ കിട്ടുമ്പോൾ ഹിമോഗ്ലോബിൻ ലെവൽ കൂടും. ഹിമോഗ്ലോബിൻ അയണും പ്രോട്ടീനും ചേർന്ന ഒരു സംയുക്തമാണ്. ഹിമോഗ്ലോബിൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുന്നത്? അവരുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ല. അപ്പൊ HB ലെവൽ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേഡി വളരെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. അവർ വയ്യ എന്നൊരു വാക്ക് പിന്നീട് മിണ്ടില്ല.
ഇതിന്റെ ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരോഗ്യവതിയായ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു മാസം ആവറേജ് 80 മുതൽ 150 മില്ലി ബ്ലഡ് ആർത്തവത്തിലൂടെ പുറത്തു പോകും. അത്രയും ബ്ലഡ് പുറത്തു പോകാനുള്ള ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ അയൺ കണ്ടന്റ് ശരീരത്തിൽ ഇല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും? ഈ പരിപാടി നീട്ടിവെക്കും. 28 ദിവസത്തിൽ വരേണ്ടതിന് പകരം 30 35 40 50 60 പിന്നെ എപ്പോഴെങ്കിലും വരും, ഓണത്തിന് സംക്രാന്തിക്കും മാത്രം പീരീഡ് വരുന്ന ഒരു അവസ്ഥ വരും. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറഗുലർ ആയിട്ട് പീരീഡ് വരുന്ന പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്, വല്ലപ്പോഴും വരും, പിന്നെ വന്നു കഴിഞ്ഞാലോ പിന്നെ ബ്ലീഡിങ് നിൽക്കില്ല, എക്സസീവ് ആൻഡ് ഹെവി ബ്ലീഡിങ്. അത്തരം പ്രശ്നത്തെ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. പിന്നെ ഒരു ഗ്ലാസ് നല്ല പാല്, നാടൻ പശുവിന്റെ പാല്, പുല്ലും വൈക്കോലും തിന്നു കഴിയുന്ന നാടൻ പശുവിന്റെ പാല് ഒരു 300 മില്ലി കുടിച്ചാൽ ഏകദേശം ഒരു 200 മില്ലിഗ്രാം മിൽക്ക് കാൽഷ്യം നമ്മുടെ ശരീരത്തിന് കിട്ടും. നമ്മുടെ ബോഡിക്ക് അതിനനുസരിച്ചുള്ള അബ്സോർപ്ഷൻ പവർ ഉണ്ടെങ്കിൽ അത്രയും നാച്ചുറൽ ആയിട്ട് കാൽഷ്യം ഇതിലുള്ളത് കൊണ്ട് ഇത് കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി ലെവലുള്ള ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നീ പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ പ്രൈമറി ലെവലുള്ളത് മാറ്റാൻ ഇത് മതി, ഇത്രയും ആവശ്യമുള്ളൂ. അപ്പൊ ന്യൂട്രിചാർജ് വുമണിൽ ഇത്രയും ബെനിഫിറ്റുകൾ ഉണ്ട്. പിന്നെ മാസമുറ വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന, പെൺകുട്ടികൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ടീനേജിലെ പെൺകുട്ടികൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പ്രീ മെൻസ്ട്രൽ സിംറ്റം. ഭയങ്കരമായിട്ടുള്ള വയറുവേദന, അടിവയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, അരയ്ക്ക് കീഴ്പോട്ടുണ്ടാകുന്ന കഴപ്പ്, ശരീരത്തിനുണ്ടാകുന്ന ചൂട്, മൂഡ് സ്വിങ്ങിങ്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ, ഒഴിവാക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നല്ലതാണ്. പ്ലസ് ഇതില് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് യൂട്രസിൽ മുഴ, ഫൈബ്രോയിഡ്, സിസ്റ്റ്, PCOD, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അത്തരത്തിലുള്ള കേസുകളിൽ ആ മുഴകളുടെ വളർച്ചയെ പരിമിതപ്പെടുത്താൻ, തടയാൻ സഹായിക്കുന്നതാണ് ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട്. അതും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ 50ഓളം പോഷകങ്ങളുള്ള ഈ ന്യൂട്രിചാർജ് വുമണിൽ 13 തരത്തിലെ പഴങ്ങളുടെ സത്തുണ്ട്. ബ്ലൂബെറി, അത് കുടവയറ് കുറയ്ക്കാനും വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെ ഒഴിവാക്കാനും സഹായിക്കുന്നതാണ്. സ്ട്രോബെറി എന്ന പഴത്തിന്റെ പ്രത്യേകത, അത് സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതുപോലെ തന്നെ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാനും സഹായിക്കും. ഇതിലടങ്ങിയിട്ടുള്ള ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ കൊണ്ടുവരാൻ നല്ലതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ് ഉള്ള ഈ ന്യൂട്രിചാർജ് വുമണ് വരുന്ന വില ഏകദേശം ഒരു 16 രൂപയെ വരുന്നുള്ളൂ ഒരു പീസ് ഡെയിലി ഒരെണ്ണം കഴിക്കാൻ. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ടോ, ഒന്നുകിൽ രോഗം വന്നിട്ട് ചികിത്സിക്കാം, അല്ലെങ്കിൽ രോഗം വരാതെ നോക്കാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ പ്രിവെൻഷൻ എന്ന മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് ഏജിൽ വരെയുള്ള സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ന്യൂട്രിചാർജ് വുമൺ. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂട്രിചാർജ് പ്രോഡക്റ്റ്. പ്രോട്ടീന്റെ സാന്നിധ്യക്കുറവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിൽ പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബോഡി വളരെ വീക്കാവും, മസിൽ വളരെ വീക്കാവും, ജോലി ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല, ശരീരത്തിൽ പല ഭാഗത്ത് നീറ്റ് വരും, മുടി പെട്ടെന്ന് കൊഴിയും, മുടിയിൽ അകാല നര വരും, സ്കിൻ എപ്പോഴും ഡ്രൈ ആവും, എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ദേഷ്യപ്പെടും, ശബ്ദമുയർത്തും, മൂഡ് സ്വിങ്ങിങ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്നും ഡൈജസ്റ്റീവ് ഡിസോർഡർ ഉണ്ടാവും. അതുപോലെ തൊലി, നമ്മൾ ഏത് ക്രീം പുരട്ടിയാലും സ്കിന്നെല്ലാം ഡ്രൈ ആവും, നഖം എപ്പോഴും വെളുത്തിരിക്കും, നഖങ്ങൾ പൊട്ടിപ്പോവും, നഖങ്ങളുടെ സൈഡ് ചീന്തിപ്പോവും, ചില സമയത്ത് കുഴിനഖം വരും. ഇങ്ങനെയുള്ള കുറെ ഇൻഡിക്കേഷൻ ലോ പ്രോട്ടീൻ, ബിക്കോസ് പ്രോട്ടീൻ ഈസ് ദ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക്. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്കുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്. പ്രത്യേകിച്ച് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ സെപ്പറേറ്റ് ഉണ്ട്. കൊക്കോ പ്രോഡക്റ്റ് ഉണ്ട്, സ്ട്രോബെറി പ്രോഡക്റ്റ് ഉണ്ട്, കേസർ പിസ്ത പ്രോഡക്റ്റ് ഉണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ന്യൂട്രിചാർജ് കിറ്റ്സും ഉണ്ട്. അപ്പൊ ഇത് ഒരു സാഷേ വീതം റെഗുലർലി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ട് 74% പ്രോട്ടീനും ബാക്കി 26% ഫൈബറും ആണ്. അപ്പൊ ഫൈബർ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഒന്ന് നമ്മുടെ ദഹനം നന്നാവും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയും, ഈ പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഫൈബറിന് ഈ 3 ഗുണങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു വ്യക്തി വളരെ ഹെൽത്തി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് PVMF കഴിക്കാൻ, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. ആണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ന്യൂട്രിചാർജ് വുമണും സ്ട്രോബെറി പ്രോഡക്റ്റും കഴിക്കാം, പുരുഷന്മാർക്ക് ന്യൂട്രിചാർജ് മെന്നും കൊക്കോ പ്രോഡക്റ്റും കഴിക്കാം.